Really, I mean, അനാഥ മന്ദിരങ്ങളിൽ പോകുക, കുട്ടികളുടെ അടുത്ത് പോകുക, പ്രായമുള്ളവരുടെ അടുത്ത് പോകുക, സ്പെൻഡിങ് ടൈം വിത്ത് ദം, ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യങ്ങളിലൊന്നാണ്. അതെ. ഇതെങ്ങനെയാണ് പേളിനെ ആ ഒരു ട്രേറ്റിലേക്ക് മടിച്ചയങ്ങൾ കൊണ്ടുവന്നത്? എനിക്ക് തോന്നുന്നു I must have been first standard or second standard. ഡാഡിക്ക് അറിയുന്നുണ്ടാവില്ല അതായിരിക്കും എന്നെ ഇമ്പാക്ട് ചെയ്തതെന്ന്. അന്ന് എനിക്ക് ഡാഡി കുറേ ഗിഫ്റ്റുകൾ വാങ്ങിച്ചു തന്നു. എൻ്റെ അങ്കിൾമാരും എല്ലാവരും ഗിഫ്റ്റുകൾ തരാണ്. പക്ഷെ അന്ന് ഡാഡി എനിക്ക് 2-3 ചോക്ലേറ്റ്സ് എൻ്റെ കയ്യിൽ തന്നു. എനിക്ക് ഒരു 50 രൂപയുടെ നോട്ട് കയ്യിൽ തന്നിട്ട് മരത്തിൻ്റെ സൈഡിലിരിക്കുന്ന ഒരു അമ്മാമ്മയ്ക്ക്, ഒരു പാവപ്പെട്ട ഒരു അമ്മാമ്മയ്ക്ക് അത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോഴും എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് അത്. എനിക്ക് ആ കോൺസെപ്റ്റ് ഒന്നും എനിക്ക് അങ്ങനെ അറിയില്ല. അമ്മാമ്മയുടെ കയ്യിൽ അത് കൊടുത്തപ്പോൾ അമ്മാമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എനിക്കൊരു ഉമ്മ തന്നിട്ട് എൻ്റെ തലയിൽ കൈവച്ചു, എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എൻ്റെ ലൈഫിൽ എന്നെ അങ്ങനെ ഒരാൾ നോക്കി ചിരിച്ചിട്ടേ ഇല്ല. എത്രയോ പേര് എന്നെ നോക്കി ചിരിച്ചിട്ടുണ്ടാവും, കെട്ടിപ്പിടിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് മനസ്സിലായി ആ ചിരിയല്ല ആ അമ്മാമ്മ എനിക്ക് തന്ന ചിരി. അത് എനിക്ക് ഐ ഫെൽറ്റ് വെരി ഹാപ്പി ദാറ്റ് ഐ കുഡ് മേക്ക് എ ഡിഫറൻസ് ഇൻ സംബഡീസ് ലൈഫ്. അത് ഡാഡി എനിക്ക് അന്ന് ചെയ്യിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ചിലപ്പം ആ ഒരു ഫീലിംഗ് എന്താണെന്ന് ആ ചെറുപ്രായത്തിൽ ഞാൻ അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 5th സ്റ്റാൻഡേർഡ് 6th ഒക്കെ ആയപ്പം he used to സ്ഥിരം, ഞാനൊക്കെ ജനിക്കുന്ന മുമ്പേ he used to go to ഉളമ്പാറ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ he's a board member. പക്ഷെ ഇതുവരെ എന്നെ അവിടെ പോകാൻ സമ്മതിച്ചിട്ടില്ല. I've gone once. അതും ഡാഡി അറിയാണ്ട് ഞാൻ പോയത്. സമ്മതിക്കാത്ത കാരണം എന്തായാലും പേളിയോടെ കൂടി പോകുന്നു. He tells me maturity. പേടി അല്ല, ഈ മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത് we need to be little matured ആയിരിക്കണം. ഇവളുടെ മുടി കണ്ട അവർ പിടിച്ച് വലിക്കും. അല്ല, അവിടെ നല്ല ഹോസ്പിറ്റലാണ്. I've worked there nearly more than 10 years as a social worker. ഞങ്ങൾ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ പുറത്ത് പോകണ്ടെന്ന് പറയുന്നവർ അവിടെ ഇഷ്ടം പോലെ പേരുണ്ടായിരുന്നു. ഡിസ്ചാർജിന് വേണ്ടി നമ്മൾ കൊടുക്കുമ്പോൾ സാറേ ഞാൻ ഇവിടെ തന്നെ രാജ്കുമാറിനെ വീരപ്പൻ തട്ടിക്കൊണ്ട് പോയപ്പോൾ പോകണ്ടെന്നാ മൂപ്പർ പറഞ്ഞു. ഞാൻ തമാശ പറഞ്ഞല്ല കേട്ടോ. ക്യാപ്റ്റിവിറ്റിയിൽ നമ്മൾ കഴിയുമ്പോൾ അവസാനം അവരുടെ കൂടെ ജീവിച്ചു പോകാൻ ഇഷ്ടപ്പെടും. അറിയാതെ ഒരു ഭാഗം അങ്ങനെ ഈ പറഞ്ഞ രാജ്കുമാറിനോട് വീട്ടിൽ പോയിക്കോളാം, തിരിച്ചു പോയിക്കോളാം, വീരപ്പൻ പറഞ്ഞിട്ട് പുള്ളി പോകാൻ അങ്ങനെ അത് സത്യം. ഞാനത് കണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്കൊരു ഗസ്റ്റ് ആയിട്ട് ഞാൻ പോകാമെന്ന് വിചാരിച്ചു, അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചതല്ല. അവരന്വേഷിക്കാൻ ഒരാൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു.